കഴിച്ചോ? ഡുണ്ടുകുട്ട ഒന്നും ചെയ്യില്ല. നീ കഴിച്ചോ? പേടിച്ചിട്ട് വരണേക്ക്. അവ അവിടെ ഇരുന്നോട്ടെ. ഹായ് ഫ്രണ്ട്സ്, സജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനേ അവൾക്ക് മീൻ കൂട്ടി ചോറൊക്കെ കൊടുത്തപ്പോൾ ഡുണ്ടുകൂട്ടം വന്നപ്പോൾ കരയണ. എന്തിനാ പേടിക്കണേ? കഴിക്കേ, ഫുഡ് കഴിക്കേ. അവനവിടെ ഇരിക്കുക. ഡുണ്ടുകൂട്ടം അവിടെ ഇരുന്നോട്ടെ. സുന്ദരി, ഫുഡ് കഴിച്ചേ. കഴിക്കേ. അവനൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ലടി. ഒന്നും ചെയ്യില്ലാന്ന്. വെറുതെ ദാവൻ കഴിക്കണോ. ഇവൻ അടിപൊളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കുക. ഇപ്പൊ സമാധാനമായല്ലോ. ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷം കേട്ടത്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നേ. ഇവൾക്ക് ആ ഡുണ്ടുകുട്ടനെ ഭയങ്കര പേടിയാ. ഡുണ്ടുകുട്ടനാണെങ്കിൽ എന്നെ കണ്ട അവിടെ ഇരുന്ന് ഇതാണ് അവൻ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഇവള് പിണങ്ങി എന്നെ ചാരി നിൽക്കാൻ വന്നിരിക്കണു. അവളവിടെ ഇപ്പോൾ ചുമരും ചാരി നിൽക്കുക. അവൾക്ക് പേടിയാണ് ഇവനെ. പാവം. ഇവന് വണ്ണും തടിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ പാവത്. ഡുണ്ടുമോൻ കഴിച്ചോ. ഡുണ്ടുമോൻ അവിടെ ഇരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ കഴിക്കുന്ന കണ്ടവൻ. നീ കഴിക്കണണ്ടടി. ഇപ്പം എന്തായി? നീ ഇവിടെ ഷൂ ആയിട്ട് ഇരിക്കാം. അവൻ അവിടെ ഇരുന്ന് മണങ്ങും കഴിക്കാം. ഇപ്പം സമാധാനമായോ? ഇപ്പം ആശ്വാസമായോ? എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. നടുവിൽ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഡുണ്ടും സുന്ദരിയും. നല്ല കോമ്പിനേഷൻ. ആഹാ, അന്തസ്. നല്ല അടിപൊളി കടൽ ബ്രാലാണ് കറി വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല ചക്ക. ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ് കേട്ടോ. അങ്ങനെ നല്ല കുത്തരി കഞ്ഞിയും കൂട്ടി രാത്രി. ഇത് രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി ചക്ക ഉണ്ടാക്കി, ചക്കക്കൂട്ടാൻ വെച്ചു, കഞ്ഞി വെച്ചു, മീൻ കൂട്ടാനും കൂട്ടി ഏട്ടൻ അങ്ങ് കഴിക്കാൻ പോവാണ്. കൂട്ടത്തിൽ ഞാൻ ചക്ക മാത്രം കഴിക്കേ. ഓഹ്, എന്താ സ്വാദ്. ചക്കക്കൂട്ടാൻ കാണുമ്പോൾ തന്നെ കൊത്തിയാവാന്നേ. ഉപ്പേരിയായിട്ട് വെച്ചത് കേട്ടോ ചക്ക. കഴിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം ഓണമൊക്കെ വന്നെത്തി. കർക്കിടകം വന്നു, അത് കഴിഞ്ഞ് ഓണം വരും. മുക്കുറ്റി ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഇതിനെ നല്ല രീതിയിൽ മുക്കുറ്റിയൊക്കെ വളർന്നു വന്നിരിക്കുകയാണ്. കർക്കിടക മാസത്തിൽ നമുക്ക് പൊട്ട് കുത്താൻ വേണ്ടിയിട്ടുള്ള മുക്കുറ്റി. അതുപോലെ കർക്കിടക മാസത്തിൽ നമുക്ക് താളിപ്പ്, അതായത് തുമ്പത്താളിപ്പ് വയ്ക്കാനുള്ള തുമ്പയും റെഡി ആയിട്ടുണ്ട്. കീഴാർനെല്ലി റെഡി ആയിട്ടുണ്ട്. വെറ്റില, അടയ്ക്ക, ഇതെല്ലാം നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ മാസത്തേക്കും ഓരോരോ കാര്യങ്ങൾക്കായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇലകളും വന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി അത്യാവശ്യം ഞാൻ ഇന്നാൾ എവിടെയോ അങ്ങോട്ട് പുറന്തോട്ടി എന്തോ ഒരു സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാനൊക്കെ ചെയ്യാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് പൂജ ചെയ്യണോ വേണ്ടേന്ന് ഒരു പ്രാവശ്യം നമ്മൾ സാധാരണ 12 ദിവസം ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ മുടക്കിയിട്ടുണ്ട് പൂജ. ഭഗവതിക്കുള്ള പൂജ മുടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. മുക്കുറ്റിയൊക്കെ വേണ്ടതുണ്ട്, തുമ്പ വേണ്ടതുണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുല്ല് പറിക്കാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുല്ലൊക്കെ പറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, ഇന്നലത്തെ വീഡിയോ, അതായത് ഞാൻ നായക്കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന വീഡിയോ. ഇത് ഇന്ന് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്.
ഞാൻ കുറച്ച് കൂട്ടാനും ചക്ക കൂട്ടാനും മീൻ കറിയൊക്കെ ഉണ്ടാക്കി. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കർക്കിടകമായി കഴിഞ്ഞ് ഒരു 7 ദിവസമൊക്കെ വ്രതം എടുക്കും. അമ്മയൊക്കെ 30 ദിവസമൊക്കെ വ്രതം എടുക്കുന്നുണ്ട്. ഞാൻ പക്ഷേ 7 ദിവസമൊക്കെ വ്രതം എടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് നോൺ കൂട്ടി കഴിക്കണം എന്നാണ് ആഗ്രഹം. മീൻ കൂട്ടാൻ കൂട്ടി ചോറുണ്ണണം, എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു 7 ദിവസത്തേക്ക് ഞാൻ വ്രതം എടുക്കുന്നുള്ളൂ. കൊണ്ട് ഓണത്തുമ്പിയും ഒക്കെ വന്നു തുടങ്ങി. ഇതൊക്കെയാണ് ഓണത്തുമ്പി, വെള്ളത്തുമ്പീനെയാണ് ഓണത്തുമ്പി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണത്. ഇല പൊട്ടിക്കാൻ നമുക്ക് എപ്പോഴും നമുക്ക് ഇല ഭയങ്കര പേരയുടെ ഇല നുള്ളിയെടുത്തു. 2 മതി, ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചായ വയ്ക്കാം. സുന്ദരി ഇന്ന് വളരെ കൂളായിട്ട് ഇരിക്കും പാവം. സുന്ദരി മോളെ, മതി, താങ്ക് യു. ചായ തിളച്ചു, ചായകളും തിളച്ചു. ഇനി ഏട്ടന് ഉള്ള ചായയാണ് കേട്ടോ അത്. എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചു. അപ്പോൾ ഞാനെന്നേ പരിപ്പും തക്കാളി പിന്നെ പച്ചമുളക് ഇട്ടു. ഇനി നമ്മുടെ മുരിങ്ങയിലയും കൂടി ചേർക്കും. കുറച്ച് മുരിങ്ങയിലയും കൂടി അങ്ങ് ചേർക്കണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്നല്ലേ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കണം. അപ്പോൾ അത് മുരിങ്ങയില അങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. സാധാരണ മുരിങ്ങയിലയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല പറയും, കാരണം അത് ഇത്തിരി കക്കും. എന്നാലും സാറിൽ നമുക്ക് നാളികേരം അരച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം, കുറച്ച് ചേർക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2 ഗുണത്തിനാണ്, 2 എണ്ണം ഉണ്ട്. കാരണം ഒന്ന്, എനിക്ക് ഈ ഒരു കറി ചോറിലേക്കും വേണം. പിന്നെ ഈ ഒരു കറി ഞാൻ നല്ല പുട്ടുണ്ടാക്കുന്നുണ്ട്, അപ്പോൾ പുട്ടിലേക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ നമുക്ക് ഗ്യാസും ലാഭമാണ്. ഒരു കറിയും 2-3 കറി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ലാഭം. ഒരു കറി കൊണ്ട് തന്നെ ആയ കഴിഞ്ഞ് ഗ്യാസ് ലാഭം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വെച്ച് നമുക്ക് നല്ല, അപ്പോൾ പ്രോട്ടീനും ആയി, ഇലക്കറിയായി, വൈറ്റമിൻ സിയും ആയി, എല്ലാമായി. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുക്കർ അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം, വിസിൽ വരണ വരെ കേട്ടോ. ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനവിടെ അരിക്ക് കുക്കർ വെച്ചിട്ടേ തീ കത്തിക്കാണ്ട് വെച്ചിരിക്കുക. തീ കത്തിച്ചിട്ടേ അവിടെ മറന്നുപോയി. അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കാം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക്, കുറച്ച് മാത്രം ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി മതി കേട്ടോ കടുക്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കും. ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കും. വേപ്പിനാടൊക്കെ കേട്ടോ, അതും ചേർത്ത് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് ടിക്കാന്ന് മാത്രം കാണിച്ചിട്ട് കുമ്പളങ്ങിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ തേച്ച് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. കുമ്പളങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പം തന്നെ, വേറെ ഒന്നും വേണ്ട. അപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മളങ്ങ് മിക്സ് ചെയ്തിട്ട് ആവിയിൽ വെച്ച് വേവിക്കാം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, പരിപ്പ് തിളച്ചു തുടങ്ങിയിട്ടോ. ഞാൻ ഇത്തിരി ചെറുതാക്കി വെച്ചിട്ട് പോയി അങ്ങോട്ട്. എന്നാലും പരിപ്പൊക്കെ നല്ല പോലെ തിളച്ചു. പരിപ്പും മുരിങ്ങയിലയും കൂടിയിട്ട്. ഇനി ഇത് തന്നെയാണ് നമ്മുടെ കുട്ടിയിലേക്കുള്ള കറി. ഇത് തന്നെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ കറി. ഈ കാച്ചി ഇടാം കേട്ടോ കൂട്ടാൻ. നമ്മൾ ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കിയില്ലേ, അതേ ചീനച്ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് വേറെ പണിയൊന്നും വേണ്ട, അതിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ചീനച്ചട്ടി ചൂടായിട്ട് വരുന്നുള്ളൂ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ വറ്റൽമുളകും. ഇതിൽ വേപ്പിൽ ചേർക്കണ്ട മുരിങ്ങയിലയിൽ കേട്ടോ. വീണ്ടും അതേ ചീനച്ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നുമല്ല, കുറച്ച് മീൻ വറക്കണം, അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നമ്മുടെ ബ്രാല് ചേർത്ത് കൊടുക്കാം. ഈ ബ്രാല് ചേർത്ത കഥ പറയുമ്പോഴേ അയാള് ശരിക്കും നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഒരു ദിവസം കറി വെച്ച് തന്നു.
അയാൾ മര്യാദയ്ക്ക് നന്നാക്കിയില്ലായിരുന്നില്ല. അവിടെ ചെതമ്പലുണ്ടായിരുന്നു. ലാസ്റ്റ് കഴിക്കുന്ന നേരത്താണ് കേട്ടോ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ഇപ്പൊ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വറക്കണം. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ഒരുപാട് ലെങ്ത് ആയിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.